പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇങ്ങോട്ട് എന്ന് പറയും. ഇനി ചുടുകാട്ടിലേക്കാണ് വ്യാപ്തിയായി പോകും. വളരെ വളരെ മോശമായ ഇന്നലെ മത്തിപ്പറമ്പ് നടന്നൊരു കല്യാണമാണ്, രാത്രി കല്യാണം. പെരിങ്ങാടിൽ നിന്ന് പുതിയാപ്പിള വന്ന രംഗാണ് കാണുന്നത്. പുതിയാപ്പിള പോകുന്നത് ചുടുകാട്ടിലേക്കാണോ അതല്ല ഇനി പെണ്ണിൻ്റെ വീട്ടിലേക്കാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെ വളരെയധികം പ്രയാസം. കുറച്ച് നമ്മൾ കാത്തിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ബാക്കിമാരായ ഉസ്താദുമാരുടെ ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വീഡിയോയും വോയിസുമാണത്. ഏതായാലും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിവാഹം വളരെ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സമുദായത്തിൻ്റെയും വിവാഹം ഇത്രത്തോളം വികൃതമായ രൂപത്തിൽ നമുക്ക് കാണാനേ കഴിയില്ല. മതപരമായ ചടങ്ങുകളിൽ ചിട്ട പാലിക്കുന്ന, ശ്രദ്ധ പാലിക്കുന്ന ഇതര മതസ്ഥരുടെ വിവാഹം വളരെ ഭംഗിയിലും വൃത്തിയിലും ചെയ്ത് പൂർത്തിയാക്കാൻ അവർ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ മുസ്ലിം സമുദായം വളരെ പിറകിലാണ്. ആ നിക്കാഹിൻ്റെ സദസ്സിൽ മാത്രം ഇസ്ലാമികമായ ആ നിർബന്ധ ബാധ്യതകൾ തീർത്തു കഴിഞ്ഞാൽ പിന്നെ മുഴുവനും ധൂർത്തുകളാണ്, പിന്നെ മുഴുവനും അനാചാരങ്ങളാണ്. പിന്നെ കാണുന്നത് മുഴുവനും ഇതുപോലെ മനുഷ്യനെ പേടിപ്പെടുത്തുന്ന, മനുഷ്യനെ വെറുപ്പിലാക്കുന്ന പ്രേതങ്ങളുടെയും ശൈത്താന്മാരുടെയും രൂപങ്ങൾ കെട്ടിക്കൊണ്ടുള്ള ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ മയ്യത്ത് കട്ടിലിലും പിന്നീടൊക്കെ വളരെ മോശമായ വേഷവിധാനത്തിലുമൊക്കെ പുതിയാപ്പിളമാർ വരുന്നത് വ്യാപകമായപ്പോൾ മഹല്ല് കമ്മിറ്റിക്കാർ ഉസ്താദന്മാരുമൊക്കെ കർശന നടപടിയെടുത്ത് പള്ളികൾക്ക് മുമ്പിൽ ബാനറുകൾ വരെ തൂക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പള്ളികളിൽ ചെല്ലുമ്പോൾ വിവാഹം കഴിക്കുന്ന കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത്രത്തോളം വികൃതമായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ വിവാഹവേദികൾ. എന്നാൽ അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ വികൃതമായി കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയാപ്പിള പോകുന്ന രംഗമാണ് പ്രിയപ്പെട്ടവരെ ഈ കാണുന്നത്. രാത്രി കല്യാണമാണ്. അതിലുള്ള പുതിയാപ്പിളയും കൂടെയുള്ളവരും എത്രത്തോളം മോശമായ രീതിയിൽ വേഷവിധാനം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കിയിട്ടുണ്ട് ഈ കൂട്ടർ, ഈ സമുദായം. അള്ളാഹു നമ്മുടെ സമുദായത്തിന് നല്ല ബോധം നൽകട്ടെ. പരീക്ഷണങ്ങളും ദുരന്തങ്ങളും വെള്ളപ്പൊക്കമായിട്ടും മറ്റൊക്കെയായി നമ്മളെ തേടി വരുന്നത് നമ്മൾ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയും പരീക്ഷണങ്ങളും നേരിടേണ്ടി വരാൻ കാരണം നമ്മളിൽ നിന്നുണ്ടാകുന്ന ഈ അനാചാരങ്ങളും ധൂർത്തുകളുമാണ്. അള്ളാഹു നല്ല ബോധം ഉമ്മത്തിന് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.